ഒക്കെ വളരെ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന കാന്താര ചാപ്റ്റർ 1 പിന്നിൽ ഒരു മലയാളി ടച്ച് കൂടിയുണ്ട്. മലയാളി ടച്ച് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പുലാമന്തോളുകാരുടെ അഭിമാനമായിട്ടുള്ള ആത്മ ടീമാണ് ഋഷഭ് ഷെട്ടിക്ക് കളരി പരിശീലനം നൽകിയത്. അച്ഛൻ ഈ സ്ഥലത്ത് വെച്ച് എങ്ങനെയാ മായയായത്? ഇവിടുന്ന് എല്ലാത്തിന്റെ തുടക്കം. നമ്മുടെ പൂർവികർ ജീവിച്ചത് ഇവിടെയാ. അതൊരു വലിയ ചരിത്ര സംഭവം. അപ്പൊ ഇതാണ് നമ്മുടെ ആത്മയുടെ കളരി ആശാൻ വിപിൻ ദാസ് ഗുരുക്കൾ. നമസ്കാരം. നിങ്ങൾക്കായിരുന്നല്ലേ ആദ്യത്തെ കോള് വന്നത്? അതെ അതെ. ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ അദ്ദേഹത്തിന് നേരിട്ട് വിളിക്കുകയായിരുന്നു. നമ്മൾ നേരിട്ട് വിളിച്ച് ഋഷഭ് ഷെട്ടി നേരിട്ട് വിളിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം ഒരുപാട് സെർച്ച് ചെയ്തായിരുന്നു, ഒരുപാട് നോക്കിയായിരുന്നു പല കളരികളെയും. അതുപോലെ നമ്മളെ ഒരുപാട് കാലമായിട്ട് നമ്മുടെ വീഡിയോസ് നോക്കി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വിളിച്ചപ്പോൾ അത് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മംഗലാപുരത്ത് ഞങ്ങൾ ഒരു ദിവസം ചെന്നു, അവിടെ മീറ്റ് ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ വരുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്നും ഈ സിനിമയിൽ ഇത്തരം രംഗങ്ങൾ കളരിയുമായി ബന്ധപ്പെട്ട കുറേ ഫൈറ്റ് സീൻസ് ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് വളരെ പ്രൊഫഷണലായി ശാസ്ത്രീയമായി കളരി പഠിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞത്. ആ താല്പര്യത്തിൻ്റെ പുറത്താണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കളരി ആരംഭിക്കുന്നത്. അതും ആദ്യം മംഗലാപുരത്ത് തന്നെ ഒരു കളരി കെട്ടി അവിടെ പരിശീലനം തുടങ്ങായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ടീമും തന്നെ പോയിരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, പക്ഷെ മാസത്തിൽ 1-2 തവണയൊക്കെ ആയിട്ട് പോകും. അങ്ങനെയൊക്കെയായിരുന്നു. ഗോകുൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2 വർഷത്തോളം കളരി പരിശീലനം തന്നെ നടന്നു. പിന്നെ അതിനുശേഷം ഷൂട്ട് തുടങ്ങിയ സമയത്തും അതിൻ്റെ ക്രൂവിന്, അതായത് അതിൽ അഭിനയിക്കുന്ന ഒരുപാട് ഫൈറ്റ് സീൻസ് വരുന്ന ഒരുപാട് മറ്റ് ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്കും കളരി നിർബന്ധമാക്കി സാറ്. അപ്പോൾ അങ്ങനെ ക്രൂവിനും ക്യാമ്പുകളും വർക്ക്ഷോപ്പുകളും നടത്തേണ്ടി വന്നു. അവർക്കും ഇതുപോലെ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ മുമ്പ് കളരി പരിശീലനം കൊടുത്തു. വളരെ സജീവമായിട്ട് എല്ലാവർക്കും കളരി പഠിപ്പിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമാണ്. മാത്രമല്ല ഈ സിനിമയിൽ അദ്ദേഹം കളരീനെ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഷെയർ ചെയ്തായിരുന്നു. എനിക്ക് ഇന്ന സീൻ ഉണ്ടായി, ഇന്ന സീൻ ഇങ്ങനെ കാര്യങ്ങൾ, ഇന്ന വെപ്പൺസ് വേണം, ഇന്ന വെപ്പൺസിൽ ഇന്ന രീതിയിൽ. അപ്പം ആ രീതിയിലുള്ള ഒരു കൂടുതൽ ട്രെയിനിങ് കൂടി കൊടുക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് എടുക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് അതെല്ലാം നമ്മൾ സിനിമ പുറത്തിറങ്ങുമ്പോൾ വളരെ ഭംഗിയായിട്ട് ആ സിനിമയിൽ അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് വളരെ സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചോളം, ആത്മാ കളരിയെ സംബന്ധിച്ചോളം. പരിശീലന സമയത്തും ഷൂട്ടിംഗ് സമയത്തും കൂടെ ഉണ്ടായിരുന്ന ഗോകുലായിട്ടാണ് ഇനി സംസാരിക്കുന്നത്. കാന്താര സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതൊരു വലിയ ലൊക്കേഷൻ ആയിരുന്നു. കാരണം എന്നൊരു 1000-2000 ജൂനിയർ ആർട്ടിസ്റ്റ്, മെയിൻ ആർട്ടിസ്റ്റ്, അസിസ്റ്റൻസ്, ടെക്നീഷ്യൻസ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരുപാട് പേരുള്ള വലിയൊരു സെറ്റിൽ ആദ്യത്തെ ഒരു മൂവി തന്നെ വലിയൊരു മൂവി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് റിസ്കി ആയിരുന്നു, കാരണം ഫൈറ്റും, കാരണം ലൊക്കേഷനിലെല്ലാം കാടും, അങ്ങനെ കുറച്ച് അപകടം പിടിച്ച അങ്ങനത്തെ ലൊക്കേഷൻസ് ആയിരുന്നു. എന്നാലും നല്ല എക്സ്പീരിയൻസ്, നല്ലൊരു ടീം വർക്കായിരുന്നു കാര്യം. അപ്പൊ ഋഷഭ് ഷെട്ടിനെ പോലെ വലിയൊരു താരത്തെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രിപ്പറേഷൻ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട്, ഒരു 16 വർഷമായിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ കളരി പഠിക്കുന്നുണ്ട്, ഇവിടെ കളരി ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, അതുപോലെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കിതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നില്ല, കാരണം ക്ലാസ് എടുത്ത് മുന്നേ പരിചയമുണ്ട്, എൻ്റെ ജോലി അതാണ്. പക്ഷെ ഒരു താരത്തിന് അതിനായിട്ട് കുറച്ച് പ്രിപ്പറേഷൻ നടത്തിയിരുന്നു, കാരണം അവർക്ക് കളരി മൊത്തം വേണ്ട. സിനിമയ്ക്ക് എന്താണ് ആവശ്യം, ഏത് വെപ്പണാണ് ആവശ്യം, അത് മാത്രം മതിയായിരുന്നു. ആസ് എ സ്റ്റുഡന്റ് ഋഷഭ് ഷെട്ടി എങ്ങനെയായിരുന്നു? ആസ് എ സ്റ്റുഡന്റ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ലൊരു സ്റ്റുഡന്റ് ആയിട്ട് ആൾ കേൾക്കും, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും, അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ. ഒരു സെലിബ്രിറ്റിയെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടേ ഇല്ല, ഒരു ഫീൽ ഉണ്ടായിട്ടില്ല ആ ഒരു ഇത്രയൊരു 3 വർഷത്തെ ജേർണിയിൽ. പരിശീലന സമയത്തും അതുപോലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഗോപിക. കൂടാതെ ഗോകുലിന്റെ സിസ്റ്റർ കൂടിയാണ്. ആള് കാന്താരയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഫൈറ്റിംഗ് സീനൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അതൊക്കെ? ആക്ച്വലി ഞാൻ 17 വർഷമായി കളരി പഠിക്കുന്നു. അപ്പോൾ നമ്മള് സെക്ഷൻ പ്രാക്ടീസ് കൊടുക്കുന്ന സെക്ഷൻ കണ്ടിട്ട് തന്നെയാണ് ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ വേണ്ടി അവർ വിളിച്ചത്. എന്നെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട്. പക്ഷെ അത്ര ഒരു ക്രൂവിന്റെ കൂടെ ചെയ്യാന്നുള്ളത് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവിടുത്തെ മൊത്തം സെറ്റ്, മൊത്തം ക്രൂ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അവിടെ ഇത്രയും കൊല്ലം കൂടെ നിന്നതുകൊണ്ട് തന്നെ അവരുടെ വർക്ക് എത്രത്തോളം ഉണ്ടെന്ന് കണ്ട് മനസ്സിലാക്കിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി മൂവി എന്തായാലും ഹിറ്റ് ആയിരിക്കും എന്നുള്ളത്. അവരോടൊപ്പം ഷൂട്ടിങ്ങിന് ഒരുമിച്ച് ഉണ്ടായിരുന്ന ആളായിരുന്നു വിജിലേഷ്. അപ്പൊ എങ്ങനെയായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളിപ്പോ വർക്ക് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്.
പിന്നെ ഇത് ആക്ടിങ്ങിന്റെ ഒരു എന്താ പറയാ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ കളരി അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഗോകുലേട്ടനെ ആദ്യം വിളിച്ചു, ആശാനെ വിളിച്ചു. ആശാന് സമയമില്ലാത്തതുകൊണ്ട് ഗോകുലേട്ടൻ്റെ ഒപ്പം ഞാനും പോയിരുന്നു, ഗോപി ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ആദ്യം കളരി ക്ലാസ് അവിടെ ആക്ടേഴ്സ് ഉണ്ട്, അവിടെ പോയി കളരി ക്ലാസ് എടുത്തു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ റിസോർട്ട് സാറ് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ. പിന്നെ അതുപോലെ ഇവിടുന്ന് എല്ലാ കുട്ടികൾക്കും കളരി പഠിക്കുന്ന എല്ലാവർക്കും ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു മംഗലാപുരത്ത്. ഞാനും പോയിരുന്നു, എല്ലാവരും പോയിരുന്നു. ഞാൻ അതിലും സെലക്റ്റായി. അങ്ങനെ അവിടെ പോയി എന്താ ഓരോ കളരി വർക്ക്ഷോപ്പ് അത് അറ്റൻഡ് ചെയ്ത് അവർ ക്ലാസ് എടുത്തു കൊടുത്തു. അതുപോലെ